അഷ്റഫലി വലിയ ഒരു മഹാറാലി ഇന്ന് ലീഗ് നടത്തുകയാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാർ മുൻപത്തെ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, ഭൂമിയിന്മേലുള്ള അവരുടെ അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ചെയ്യും, ഒരു കമ്മീഷനെ വെച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ്, ഇത് വഖഫ് ഭൂമിയാണ് അല്ലയോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധനയിൽ വരുന്നുണ്ട് എന്ന്. കോൺഗ്രസ് ഈ കാര്യങ്ങളിൽ ഇപ്പോൾ പി രാജീവൻ ഇന്നത്തെ പ്രതികരണം പ്രതിപക്ഷ നേതാവ് 4 വഞ്ചിയിൽ കാലുവെച്ചിരിക്കുകയാണെന്നാണ്. മാത്രമല്ല ലീഗിന്റെ കാര്യത്തിലും ഇന്ന് മുഖ്യമന്ത്രി വളരെ ശക്തമായ ഭാഷയിൽ ലീഗിന് ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങൾ താങ്കൾക്കറിയാം. ഈ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് ഭൂമിയിൽ വളരെ വിചിത്രമായ നിലപാട് ലീഗ് സ്വീകരിച്ചു, ഇരട്ടത്താപ്പ് വ്യക്തമാണ്. അതുകൊണ്ട് വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ പരസ്പര വിരുദ്ധമായ നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് കേന്ദ്ര നിയമത്തിന് അനുകൂലമായി മുനമ്പത്തെ ജനങ്ങൾ നിൽക്കുന്നു, ഇവിടെ ലീഗിന്റെ നിലപാട് വ്യക്തതയില്ലാത്തതാണ് എന്ന ആക്ഷേപം ഇവിടെ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു. എങ്ങനെയാണ് ലീഗ് ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുക നിങ്ങളുടെ നിലപാട് സംബന്ധിച്ച കാര്യങ്ങളിൽ? ഇന്നത്തെ സുപ്രീം കോടതി ഇടപെടലിനെ ലീഗ് എങ്ങനെ കാണുന്നു, വിജയമായി കാണുന്നു? ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിന് ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിട്ടുള്ള സെക്യുലറിസത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള അതിശക്തമായ ഇടപെടലാണ് CJI സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ സുപ്രീം കോടതിയുടെ ആർഗ്യുമെൻറ്റ് കാണുന്ന അല്ലെങ്കിൽ അത് മീഡിയ റിപ്പോർട്ട് ചെയ്ത് കണ്ട ഏതൊരാൾക്കും മനസ്സിലാവുക. ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് പ്രശാന്ത് വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതുതന്നെയാണ് ഇന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ളത്. 15 മണിക്കൂറിലധികം എടുത്തുകൊണ്ട് പലരുടെയും വായ മൂടിക്കെട്ടി JPCയിൽ നൽകിയ പല നിർദ്ദേശങ്ങളും കുപ്പത്തൊട്ടിയിലേക്ക് കീറിയെറിഞ്ഞ് ഈ ഇന്ത്യയിലെ BJP ഗവൺമെൻറ് കൊണ്ടുവന്ന വഖഫ് ബില്ലിനെ പിന്നീട് അത് ആക്റ്റായി മാറിയതിനെ 2 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ നഖശിഖാന്തം വിമർശിക്കുന്ന അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അറ്റോർണി ജനറലിന് മറുപടിയില്ലാത്ത ഒരു കാഴ്ചയാണിന്ന് കണ്ടത്. അവസാനം ഒരുപക്ഷെ ഇന്ന് തന്നെ ഇടക്കാല വിധി വരുമായിരുന്നൊരു സാഹചര്യത്തിൽ ബഹളം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുഷാർ മേത്ത കാണിച്ച ചില കൊപ്രായങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയായിരുന്നു സുപ്രീം കോടതി എന്ന് തന്നെ പറഞ്ഞാൽ അത് അധിക പറ്റാവില്ല. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്, നീതിന്യായ വ്യവസ്ഥയുടെ അതിശക്തമായ ഇടപെടൽ എന്ന് കണ്ട എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾക്കനുസരിച്ച് അനുകൂലമായി തന്നെ നല്ല ഒരു വിധിയായിരിക്കും നാളെ ഉണ്ടാവുക എന്നുള്ളത്. നമുക്കറിയാമല്ലോ, ഈ രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത്, ഇവിടെ ഷോൺ ജോർജ് അദ്ദേഹം എന്തെല്ലാമോ പറയും, അദ്ദേഹത്തിന് ഇപ്പോഴും വഖഫ് എന്താണെന്ന് പോലും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഇസ്ലാം മത വിശ്വാസി, ഒരു മുസ്ലിം, അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ സ്വത്തുക്കൾ അത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അദ്ദേഹം പെർമനൻ്റായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന, പരിപൂർണമായും സമർപ്പിക്കുന്ന ഒന്നാണ് വഖഫ്. അത് മുസ്ലിങ്ങളെ ബാധിക്കില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുസ്ലിങ്ങളുടേതായ ഒരു സ്വകാര്യ സ്വത്ത് അത് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് പള്ളിക്കാവാം, അത് മദ്രസക്കാവാം, അത് LP സ്കൂൾ മുതൽ നമ്മുടെ യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാവാം, അത് ഈദ്ഗാഹുകൾക്കാവാം, അത് മറ്റു പല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുന്ന വിവിധങ്ങളായ പദ്ധതികൾക്കാവാം. ആ ഇൻകം ഏൺ ചെയ്യുന്ന ഇൻകം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനും കൃത്യമായിട്ട് നിയത്ത് നൽകിക്കൊണ്ട് അതിന് ഇൻറ്റൻഷനോടുകൂടി നൽകുന്ന ഒരു മുസ്ലിമിൻ്റെ സ്വകാര്യമായ സ്വത്ത് അത് സംരക്ഷിക്കാൻ, അതിനാണ് വഖഫിൻ്റെ നിയമം ഇവിടെയുള്ളത്. അത് ഈ രാജ്യത്തെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. അത് കഴിഞ്ഞു വന്ന ഗവൺമെൻറ് അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. ആ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെയും ശേഷം വന്ന ഗവൺമെൻറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും പരിഗണനയിൽ വന്നിട്ടുള്ള, സംരക്ഷണയിൽ വന്നിട്ടുള്ള ഇത്തരമൊരു സ്വത്തിൽ കടന്നു കയറി ആക്രമിച്ച് അത് മുഴുവനും ഒരു പ്ലണ്ടർ ചെയ്യാമെന്നുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ഭരണഘടനാ വിരുദ്ധമായൊരു നിയമത്തെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ശക്തമായ താക്കീത് നൽകിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും പ്രതീക്ഷ നിർഭരമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ രാജ്യത്തെ ഇതുപോലെയുള്ള നിയമങ്ങൾ ചുട്ടെടുക്കുന്ന പ്രശ്നം. അതായത് മുനമ്പത്തെ ജനങ്ങൾക്ക് ആ ഭൂമി അവകാശപ്പെട്ടതാണ് എന്ന് ലീഗ് പറയുന്നു. പക്ഷെ വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മുനമ്പത്തെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ ഇതുപോലെ മുനമ്പത്തേതുപോലെ സ്വന്തം ഭൂമിയിന്മേൽ അവകാശമില്ലാതെ നിൽക്കുന്ന ആളുകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ലീഗിന് ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായം? ഇപ്പൊ വഖഫ് ഭൂമിയാണോ മുനമ്പത്തേത് എന്ന കാര്യത്തിൽ മുനമ്പത്ത് നിന്ന് ഒരാളെ പോലും കുടിയൊഴിപ്പിക്കരുത്. അത് കേരളത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് വലിയ ആഘാതമുണ്ടാക്കാൻ പോകുന്ന പ്രശ്നമായി ഇതിനെ സങ്കീർണമാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവർ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല എന്നതാണ് ലീഗിന്റെ നിലപാടെന്ന് പറയുന്നു.
പക്ഷെ കേന്ദ്ര സർക്കാർ പറയുന്നത് മുനമ്പത്തെ പ്രശ്നം അടക്കം ഇന്ത്യയിൽ എവിടെയുമുള്ള ഇതുപോലെയുള്ള തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രി പറയുന്നു ഇരട്ടത്താപ്പാണ് മുസ്ലിം ലീഗിന് ഈ വിഷയത്തിൽ. അതിലാണ് എനിക്ക് താങ്കളുടെ ഒരു മറുപടി വേണ്ടത്. അല്ല, മുനമ്പത്തെ വിഷയം ഈ വഖഫ് നിയമം കൊണ്ട് ഇത് ഇല്ലാതാകുമോ എന്ന് ആ മുനമ്പത്തിൻ്റെ കൂടി പ്രതിനിധിയായിട്ടുള്ള ഹൈബി ഈഡൻ ആവർത്തിച്ച് പാർലമെന്റ് ചർച്ചയിൽ ചോദിച്ചപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് മറുപടി ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം അതിലെന്തെങ്കിലും മറുപടി പറഞ്ഞോ? അത് പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ തന്നെ ഒരു കാരണമാണ് അദ്ദേഹം ഇന്നലെ കേരളത്തിൽ വന്നുകൊണ്ട് പറഞ്ഞത്. അത് നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് കേന്ദ്രമന്ത്രി പറയുമ്പോൾ ആ BJP ആണ് മുനമ്പത്തുകാരെ പറ്റിച്ചിട്ടുള്ളത്. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ കിരൺ റിജിജുവും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും പോയി മുനമ്പത്തെ ജനങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. അവർ ഇന്നലെ പോയി കരിമീൻ കഴിച്ച് പോന്നു എന്നുള്ളതല്ലാതെ അവർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് റവന്യൂ റൈറ്റ് മുൻകാല പ്രാബല്യത്തോടുകൂടി കൊടുക്കാൻ ഈ വഖഫ് നിയമത്തിൽ എന്ത് ഭേദഗതിയാണുള്ളത്? എന്തുകൊണ്ടത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? അപ്പോൾ അവർക്ക് ഈ വിഷയം കൃത്യമായും പരിഹരിക്കണമെന്നുള്ള യാതൊരു താല്പര്യവുമില്ല. ആ താല്പര്യമില്ലാതെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാക്കുമോ എന്നുള്ളത് മാത്രമേ അവർക്ക് ഇക്കാര്യത്തിൽ ചിന്തയുള്ളൂ. ഈ നിലവിൽ വന്നിട്ടുള്ള വഖഫ് നിയമത്തിൽ മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടില്ല എന്നുള്ളത് ഇന്നലെ മന്ത്രി പറഞ്ഞു. എന്നാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പോയി പറഞ്ഞെന്താണ്? മുനമ്പം വിഷയം പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ഇത് രണ്ടും തമ്മിൽ വളരെ കോൺട്രഡിക്ഷൻ ഉണ്ട്. ഇനി ഞങ്ങളുടെ വിഷയം പറയാം. മുനമ്പത്തെ വിഷയത്തിൽ വളരെ സുതാര്യവും വളരെ ഇപ്പോഴും അത് പ്രാക്ടിക്കലായി നിൽക്കുന്ന ഒരു നയവും നിലപാടും പറഞ്ഞത് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്, PK കുഞ്ഞാലിക്കുട്ടിയാണ്, VD സതീശനാണ്. ഞങ്ങളത് മുനമ്പത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പുമാരെ മുഴുവനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ CPM നേതൃത്വം നൽകുന്ന സർക്കാർ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ വിഷയം പരിഹരിക്കാമെന്നുള്ള ഫോർമുല ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ആ വിഷയത്തിലേക്ക് കേരള സർക്കാർ എത്തുന്നില്ല? ഇപ്പോഴും എന്തിനാണ് വീണ്ടും കമ്മീഷനെ വെച്ചുകൊണ്ട് ഇത് ലാഗ് ചെയ്തു പോകുന്നത്? അവിടെ BJPക്ക് ഇടപെടാനുള്ള അവിടെ ഒരിക്കലും തന്നെ കമ്മീഷന്റെ ആവശ്യമില്ല. അല്ല 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന എന്ത് ഫോർമുലയാണ് മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ളത്? മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ളത് ആ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് അത് ഇഷ്ടദാനമായി ലഭിച്ചിട്ടുള്ള ഫറൂഖ് കോളേജ് പറയുന്നുണ്ട്. ആ പറയുന്ന വാദവും ട്രിബ്യൂണലിലുള്ള വാദവും ഉൾപ്പെടെ കേട്ട് കഴിഞ്ഞാൽ കേരള വഖഫ് ബോർഡിന് അത് വഖഫ് ഭൂമിയല്ല, ഇഷ്ടദാനമായി ലഭിച്ചിട്ടുള്ള ഭൂമിയാണ്, അതിന് പണം വാങ്ങിയിട്ടാണ് ഫറൂഖ് കോളേജ് അവിടെയുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്ന് തീരുമാനിക്കാൻ കഴിയും. അത് കേരള വഖഫ് ബോർഡും കേരളത്തിലെ വഖഫിൻ്റെ ട്രിബ്യൂണലും തീരുമാനിച്ചാൽ മതി. അത് തീരുമാനിക്കാനുള്ള രാഷ്ട്രീയപരമായ തീരുമാനമെടുക്കാൻ കേരളത്തിലെ സർക്കാർ അനുമതി നൽകണം. അതിന് വേണമെങ്കിൽ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം. അങ്ങനെ ഒരു ചർച്ചക്ക് തയ്യാറാകണം. ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ? അല്ല, മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അതോ വഖഫ് ഭൂമി അല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണല്ലോ ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അതെ, ആ കമ്മീഷനെ ഇവിടെ നിയോഗിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അവിടെയാണ് ഞങ്ങളുടെ വാദം. കമ്മീഷനെ നിയോഗിച്ച് ഇത് നീട്ടിക്കൊണ്ടു പോവുകയാണ്. കമ്മീഷന്റെ സാധുത ഹൈക്കോടതി ചോദ്യം ചെയ്തു. അത് പിന്നെയും ഗവൺമെന്റ് പോയിക്കൊണ്ട് ഇപ്പോൾ കമ്മീഷനെ വീണ്ടും അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. കമ്മീഷന്റെ സാധുത കോടതി ചോദ്യം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടെങ്കിൽ അത്തരമൊരു കമ്മീഷന്റെ ആവശ്യമില്ല. ആ ആവശ്യമില്ലാതെ തന്നെ കേരളത്തിലെ വഖഫ് ട്രിബ്യൂണലും അത് പോയല്ലോ. അതിനുശേഷം പിന്നെ കോടതിയിൽ ഹർജി പോയി, മേൽക്കോടതിയിൽ പോയി ഡിവിഷൻ ബെഞ്ച് അത് ക്ലിയർ ചെയ്ത് കൊടുത്തല്ലോ. അല്ല, കമ്മീഷന് പ്രവർത്തിക്കാൻ കഴിയും, അതിപ്പോ കോടതി ക്ലിയർ ചെയ്ത് കൊടുത്തല്ലോ. അതെ, അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. അത്തരമൊരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു. ആ സമയത്ത് ഇത് ചെയ്യാമായിരുന്നു. ഇത് കൂടുതൽ സങ്കീർണമാക്കിയതിൽ കേരളത്തിലെ സർക്കാരിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ മുനമ്പത്തെ പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ച VS അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ച നിസാർ കമ്മീഷനല്ലേ ആദ്യമായി മുനമ്പത്തെ ഭൂമിയിൽ ഡിസ്പ്യൂട്ട് കൊണ്ടുവരുന്നയാൾ? അവിടെ അതുണ്ടാക്കിയത് CPM അല്ലേ? അത് കഴിഞ്ഞ് നിസാർ കമ്മീഷൻ ആ വിഷയം പഠിച്ചു എന്നേ ഉള്ളൂ. മുനമ്പത്തെ വിഷയം നിസാർ കമ്മീഷൻ ആ വിഷയം പഠിച്ചതാണ്. അതിനു മുൻപ് മുനമ്പത്തേതുമായി ഈ ഫറൂഖ് കോളേജിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. കോടതിയിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പൊളിച്ചൊരു പ്രശ്നം എന്ന നിലയിൽ നമുക്ക് അതിനെ കാണാൻ കഴിയും. ശരി, ഞാൻ അഷ്റഫ് അലി, ഞാൻ താങ്കളിലേക്ക് വരാം.